السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെയാണ് അല്ലാഹു തആല അവന്റെ ദീനി പ്രബോധനത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അതിൽ അവസാനത്തെ നബിയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും പേരിട്ട് വിളിച്ചിട്ടില്ല. യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ എന്നിങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. അല്ലയോ എന്നിങ്ങനെയാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറ്റ് നബിമാരെല്ലാം യാ മൂസ, യാ ഈസ എന്നിങ്ങനെയെല്ലാം പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഏതൊരു നബിയുടെ പേരിലാണ് വിശുദ്ധമായ ഖുർആനിനെ ഇറക്കപ്പെട്ടത്? ആ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ വിശുദ്ധ ഖുർആനിൽ പേരിട്ട് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കും. അതുകൊണ്ട് മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയും അങ്ങനെ നാം അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ രാവും പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കും. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.